ഇന്നും ഇന്നലത്തേതുപോലെ തന്നെ ഹെലികോപ്റ്ററിൽ വിദഗ്ധ സംഘം വെള്ളച്ചാട്ടത്തിന്റെ പരിസരത്തൊക്കെ ഈ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ ദുർഘടമായ മേഖലകളിൽ തെരച്ചിൽ തുടരുകയാണല്ലോ. ഇന്നത്തെ തെരച്ചിൽ എപ്പോഴത്തേക്ക് ആരംഭിക്കും? അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ബിജു? മോത്തി, ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ പ്ലസൻ്റായ ഒരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഹെലികോപ്റ്റർ ദൗത്യം ഇന്നലത്തെ പോലെ വൈകാൻ സാധ്യതയില്ല. 8 മണിക്ക് തന്നെ ദൗത്യം തുടങ്ങും. ഇത് കണ്ടോ, ഇപ്പം ഇന്ന് ഒരാൾ കൂടി ഈ ദൗത്യ സംഘത്തിൽ ചേരുന്നുണ്ട്. ആർമിയുടെ ഒരു ആർമി ഡോഗ്, കഡാവർ ഡോഗാണ്. ഇന്നലെ ദൗത്യ സംഘത്തിൻ്റെ പരിശോധനയിൽ മൃതദേഹങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നതുകൊണ്ട് ഈ മണം പിടിച്ച മൃതദേഹങ്ങൾ കണ്ടെത്താൻ വൈദഗ്ധ്യമുള്ള ആർമിയുടെ കഡാവർ ഡോഗിനെ കൂടി ഈ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോയി അവിടെ റോപ്പിലിറക്കി ഈ ദൗത്യ സംഘത്തോടൊപ്പം അവർ സൂചിപ്പാറ മുതൽ നിലമ്പൂർ വരെയുള്ള പ്രദേശങ്ങളിൽ പരിശോധന നടത്തും. ദൗത്യ സംഘങ്ങളൊക്കെ റെഡിയായി നിൽക്കുകയാണ്. അവർക്ക് വേണ്ട ക്ലാസ്സുകളൊക്കെ അവരുടെ ഉന്നത ഉദ്യോഗസ്ഥർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് തിരച്ചിൽ ഇന്നത്തെ നടത്തേണ്ടത് എന്നത് സംബന്ധിച്ചിട്ടൊക്കെയുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ നടക്കുകയാണ്. സംസ്ഥാന പോലീസിലെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിലെ അംഗങ്ങളും വനംവകുപ്പിലെ അംഗങ്ങളും അതുപോലെ ആർമിയുടെ അംഗങ്ങളും ഉണ്ട്. ഇന്നത്തെ പുതുമുഖം എന്ന് പറയുന്നത് ഈ ആർമിയുടെ നായയാണ്. 8 മണിക്ക് തന്നെ ഇന്ന് ദൗത്യം തുടങ്ങാനുള്ള സജ്ജീകരണങ്ങളുമായിട്ടാണ് പോകുന്നത്. കാരണം ഇന്നലെ 6 കിലോമീറ്ററോളം വനമേഖലയിലൂടെ തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നെങ്കിലും ഈ ദൗത്യം കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് വൈകി. അതുകൊണ്ട് ഇന്നലെ ഏതാണ്ട് 4 കിലോമീറ്റർ മാത്രമാണ് പരിശോധിക്കാൻ കഴിഞ്ഞത്. അതിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് കൂടുതൽ ദൂരം പരിശോധന നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ ദൗത്യ സംഘം മുന്നോട്ട് പോകുന്നത്. 8 മണിക്ക് ഹെലികോപ്റ്റർ എത്തുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞില്ല. കോഴിക്കോട് എയർഫോഴ്സിൽ നിന്നാണ് ഈ ഹെലികോപ്റ്റർ വരുന്നത്. ഈ ഹെലികോപ്റ്ററിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് വളരെ താഴ്ന്ന് പറക്കാനും അങ്ങനെ അതിൽ നിന്ന് ഈ ദൗത്യ സേനാംഗങ്ങളെ താഴേക്ക് ഇറക്കാനുമുള്ള പ്രത്യേക ക്രമീകരണങ്ങളുള്ള ഒരു ഹെലികോപ്റ്ററാണിത്. 8 മണിക്ക് ദൗത്യം തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിന് ദൗത്യ സംഘങ്ങളൊക്കെ തയ്യാറെടുത്തു കഴിഞ്ഞു. ഇന്ന് ആർമിയുടെ ഈ നായയാണ് ദൗത്യ സംഘത്തിലെ പുതുമുഖം. മോത്തി. ബിജു പങ്കജ്, ഇന്നും പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്നുള്ള ലഫ്റ്റനന്റ് കേണൽ ഋഷിയുടെ നേതൃത്വത്തിൽ തന്നെയാണോ ഈ സംഘം തയ്യാറെടുക്കുന്നത്? തീർച്ചയായും. അതായത് സംസ്ഥാന പോലീസിലെ ADGP MR അജിത് കുമാർ, അതുപോലെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ലഫ്റ്റനന്റ് കേണൽമാർ, 2 ലഫ്റ്റനന്റ് കേണൽമാരുണ്ട്. അതുപോലെ ബാക്കിയുള്ള SP-മാരടക്കമുള്ള സംഘങ്ങളുണ്ട്. അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ ദൗത്യം ഇന്ന് തയ്യാറെടുക്കുന്നത്. ഇന്നലെ 12 അംഗങ്ങളായിരുന്നു. രണ്ടായിട്ട് തിരിച്ച് 2 തവണ ഹെലികോപ്റ്ററിൽ ഇവരെ കൊണ്ടുപോയി ഈ പ്രദേശങ്ങളിൽ ഇറക്കിയാണ് ചെയ്തത്. ഇന്നും അതേപോലെ തന്നെ കൂടുതൽ മേഖലകൾ തെരച്ചിൽ നടത്താനായിരുന്നു. ഇന്നലെ ഇവിടുത്തെ ദൗത്യ സംഘങ്ങളൊക്കെ പറഞ്ഞിരുന്നത് മൃതദേഹാവശിഷ്ടങ്ങളൊന്നും കാണാൻ പറ്റില്ലെങ്കിലും വലിയ ദുർഗന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി മൃതദേഹങ്ങൾ ജീർണിച്ചു പോയി കാണുന്നിപ്പം ഒരാഴ്ച പിന്നിടുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൃതദേഹ അവശിഷ്ടങ്ങളെങ്കിലും കിട്ടുമോ എന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും 8 മണിക്ക് തന്നെ ദൗത്യം തുടങ്ങും. അതിനുള്ള ഒരുക്കങ്ങൾ ആർമിയും അതുപോലെ സംസ്ഥാന പോലീസും ചേർന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്.